ആദ്യ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകളോടൊപ്പം ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിയുടെ അവസാനം എത്തിയപ്പോൾ പിതാവ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മകൾ ആ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു 15 മിനിറ്റ് കൂടി കളിക്കാൻ സമയം അനുവദിക്കണം. പിതാവ് ക്ഷമയോടെ അത് അനുവദിച്ചു. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൾ വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. ആ പിതാവ് സന്തോഷത്തോടെ അതും സമ്മതിച്ചു. അങ്ങനെ അവർ കളി തുടർന്നു. പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ പിതാവിന് അരികിലേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ എന്തിനാണ് താങ്കളുടെ മകളുടെ വാശി ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നത്? ഞാനായിരുന്നുവെങ്കിൽ 15 മിനിറ്റ് പോലും അധികത്തിൽ സമയം നൽകില്ലായിരുന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ ആ പിതാവ് മറുപടി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, എനിക്ക് ഇവളെ കൂടാതെ ഒരു മകളും കൂടി ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു അസുഖത്താൽ എന്റെ മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് ഞാൻ അതിൽ വളരെ പശ്ചാത്തപിക്കുന്നു. എന്റെ മകളോടൊപ്പം സമയം ചിലവഴിക്കുവാനോ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനോ അവളോടുകൂടി കളിക്കുവാനോ അവളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്റെ ജോലി തിരക്കുകൾ കാരണം ഞാൻ അതെല്ലാം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ചിലരുടെ അസാന്നിധ്യം ഇങ്ങനെയാണ്. ചിലരുടെ അഭാവമാണ് നമ്മെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നത്. അവരുടെ അസാന്നിധ്യത്തിൽ മാത്രമേ അവർ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളപ്പോൾ ഉള്ളതിനെ സ്നേഹിക്കുവാനും ഉള്ളതിന്റെ വില തിരിച്ചറിയുവാനും പഠിക്കുക. അപ്പോൾ സന്തോഷം നിങ്ങളെ തേടിയെത്തും. ഗുഡ് തോട്ട്സ്, ഗുഡ് ലൈഫ്.